അതെ, നമ്മൾ ആരംഭിച്ചപ്പോൾ ഞാൻ എല്ലാവരും പറഞ്ഞു നടന്നത് ത്രികോണ മത്സരം തന്നെയാണ്. പക്ഷെ ഒരു 2-3 ആഴ്ച പ്രചരണം ചെയ്ത ഉടനെ എനിക്ക് ഇത് ക്ലിയർ ആയി. ഇദ്ദേഹം പനിയനൊരു നല്ല മനുഷ്യനാണ്. ഞാൻ അദ്ദേഹത്തിന് ഒരു സുഹൃത്തായിട്ട് കാണുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രചരണം വലിയ ഒരു ഇമ്പാക്ട്ഫുൾ ആയിട്ടുണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, പലരും പറയുന്നു എന്തിനാണ് ഇവർ മത്സരിക്കുന്നത്, കാരണം ഇത് അൾട്ടിമേറ്റ്ലി അവർക്ക് ഒരു സാധ്യത കാണാത്ത ഒരു പ്രചരണമായി മാറി വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ നേരിട്ട് പറയാനുള്ളത്, അതെ, വെല്ലുവിളി NDAന്റെ ഒപ്പം തന്നെയാണ്. അവർ ഒരു എനർജറ്റിക് പ്രൊഫഷണൽ വാക്കുകൾ പറയുക, തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രചരണം നടത്തിയിട്ടുണ്ട്. അതിന്റെ അർത്ഥമല്ല അവർ പറയുന്നതെല്ലാം സത്യമാണ്, പല കാര്യങ്ങളും തീരെ സത്യമല്ല. പക്ഷേ അത് കേൾക്കാൻ ചിലവർ തയ്യാറാണെങ്കിൽ അതിന്റെ എതിരെ നമുക്ക് പ്രചരണം ചെയ്യണം, അതിന് ഒരു സംശയമില്ല. അത് ഞങ്ങൾക്കൊരു എപ്പോഴും ഒരു പ്രധാനപ്പെട്ട അജണ്ട. പക്ഷെ ഒരു അജണ്ടയിൽ എപ്പോഴും നിൽക്കില്ലല്ലോ ഒരു MP സ്ഥാനം. ഞങ്ങൾ 3-4 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, നമ്മളുടെ 15 വർഷത്തിന്റെ വികസന സേവനം, അത് ജനങ്ങൾക്ക് എളുപ്പത്തിൽ മറക്കാൻ സാധിക്കും. ഈ MP ആണ് കൊണ്ടുവന്ന് 40 വർഷം തടസ്സപ്പെട്ടിട്ടുണ്ടായിരുന്ന കല്ലിട്ട ശേഷം കെട്ടാതിരുന്ന നാഷണൽ ഹൈവേ ബൈപ്പാസ്. ഈ MP ആണ് കൊണ്ടുവന്നിരുന്ന UAE കോൺസുലേറ്റ്. ഈ MP ആണ് നിരവധി കമ്പനികളെ വിഴിഞ്ഞത്തും ടെക്നോ പാർക്കിൽ കൊണ്ടുവന്നത്, വിഴിഞ്ഞത്തിന്റെ തുറമുഖനെ യാഥാർത്ഥ്യമാക്കിയത്. ഇങ്ങനെയെല്ലാം ഓരോരോ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുമ്പോൾ 11 കേന്ദ്ര സ്ഥാപനങ്ങൾ ഞാൻ എന്റെ പാർട്ടിയുടെ ഭരണസമയത്ത് തിരുവനന്തപുരത്ത് സ്ഥാപിച്ചു. ഇതെല്ലാം ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നത് ഒരു MPയുടെ കഴിവും MPയുടെ ശ്രമം ഇതിന്റെ കാരണമാണെന്ന് മാത്രമല്ല, നമ്മൾക്കറിയാം അതിന്റെ ഒപ്പം ഒരു രാഷ്ട്രീയ നിലപാട് എടുക്കുന്ന ഒരു MPയാണ് ഞാൻ. തിരുവനന്തപുരത്തിന്റെ ശബ്ദം പാർലമെന്റ് അകത്തും വെളിയിലും ദേശീയ അന്താരാഷ്ട്രീയ വേദികളിൽ കേൾപ്പിച്ചിട്ടുണ്ട്. അത് നമ്മുടെ മതേതര ഭാരതത്തിന് വേണ്ടി, നമ്മുടെ ബഹുസ്വരത ഭാരതത്തിന് വേണ്ടി, നമ്മുടെ ഭാരതീയ ജനാധിപത്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിച്ചിരിക്കുന്നത്. അപ്പം അതിനെയും ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് മാറ്റാൻ സാധിക്കില്ല. കാരണം നമ്മുടെ ശ്രമം തന്നെ ലോക്സഭയ്ക്കാണ്. പാതിയിലത്തെ കുഴിയോ ഈ സംസ്ഥാന സർക്കാരിന്റെ അഴിമതിയല്ല പ്രധാനപ്പെട്ട വിഷയങ്ങൾ. ഇത് BJPയുടെ ദുർഭരണം ഡൽഹിയിൽ നിന്ന് മാറ്റാനാണ്. അപ്പം അതിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആ വിഷയങ്ങളും ചൂണ്ടിക്കാണിക്കാൻ അത്യാവശ്യമാണ്, അത് ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് മാത്രമല്ല, ഇനിയും ഒരു കാര്യം നമുക്ക് പറയാനുള്ളത് ഈ രാജ്യത്തിന്റെ ഭാവിയാണ്. ഏത് വിധത്തിന്റെ ഭാരതത്തിലാണ് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ കുട്ടികളെ വളർത്താൻ ആഗ്രഹിക്കുന്നത്? നിങ്ങൾ ഈ BJP ഭരണം ഒരു 3-ാം തവണ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ രാജ്യത്തിന്റെ മുഖചരിത്രം തന്നെ വിചാരിച്ചോളൂ. നമ്മൾക്ക് പല വിധത്തിലും കാണുന്ന BJPയുടെ പെരുമാറ്റങ്ങൾ, എല്ലാവരും വാട്സാപ്പിൽ വീഡിയോ കാണുന്നതാണ്. ഇന്ന് എനിക്കൊരു വീഡിയോ ആരോ അയച്ചു തന്നു. ഒരു ക്രിസ്ത്യനെ വടി വെച്ചിട്ട് അടിച്ചിട്ട്, നീ ഇപ്പം തന്നെ എല്ലാ ബൈബിളും ക്രിസ്ത്യൻ മതം വിശ്വാസം ഒക്കെ ഉപേക്ഷിച്ചിട്ട് ഇനി നീ ഹിന്ദുത്വ വിശ്വാസിയായിരിക്കും പറയണം എന്ന് പറഞ്ഞിട്ട് അതുപോലെ 4-5 ആൾക്കാരെ പീഡിപ്പിക്കണ ഒരു വീഡിയോ ഇറങ്ങി. ഇതിന്റെയൊക്കെ സത്യമോ യാഥാർത്ഥ്യമോ പറയാൻ ബുദ്ധിമുട്ടാണ് വാട്സാപ്പിൽ. പക്ഷേ ഇങ്ങനെയുള്ള ഭയം ക്രിസ്ത്യൻ സമുദായത്തിനുണ്ട്, മുസ്ലിം സമുദായത്തിന് തെളിവുണ്ടല്ലോ എല്ലാവിടെയും. വടക്കൻ ഭാരതത്തിൽ അവർക്ക് അനുഭവിച്ച ചില കാര്യങ്ങൾ. അതുകൊണ്ട് ന്യൂനപക്ഷികൾ അന്തസ്സോടെ ഈ രാജ്യത്തിൽ ജീവിക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ ഈ BJP ഭരണം ഒഴിവാക്കണമെന്ന് എനിക്ക് വലിയൊരു സംശയവും ഇല്ല. പക്ഷേ ഇതൊക്കെ ജനങ്ങളുടെ തീരുമാനമാണ്, ഇതൊരു ജനാധിപത്യമാണ്. ജനാധിപത്യത്തിൽ ജനങ്ങൾ തീരുമാനിക്കുക അവർ ഏത് വിധത്തിലെ ഭാരതമാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇതും ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ചോദ്യമാണ്. മണിപ്പൂർ പ്രധാനപ്പെട്ട വിഷയം. 230 പള്ളികളാണ് പൊളി ചേർക്കുന്നത്. നോക്കൂ, അതെ, 1-2 പള്ളിയിൽ അങ്ങനെ അവർ കണ്ടിട്ടുണ്ടാവും, 1-2 ക്രിസ്ത്യൻ പള്ളിയിൽ. പക്ഷേ ഞങ്ങളുടെ അഭിപ്രായം മൊത്തത്തിലാണ് ഈ കേരള സ്റ്റോറി അല്ല യാഥാർത്ഥ്യ കേരള സ്റ്റോറി. യാഥാർത്ഥ്യ കേരള സ്റ്റോറി ഇതൊരു മതസൗഹാർദ്ദത്തിന്റെ ഒരു സംസ്ഥാനമാണ്. വന്ന് നമ്മുടെ ഓണം ആഘോഷം കാണും എല്ലാ മതത്തിന്റെ ജനങ്ങൾ. വന്ന് ഭീമപ്പള്ളി ഉറസിൽ വരും, എല്ലാ മതത്തിന്റെ ആൾക്കാർ ഇവിടെ ആഘോഷിക്കുന്നു. ഇതാണ് നമ്മുടെ കേരളത്തിന്റെ റിയൽ കേരള സ്റ്റോറി. ഈ സിനിമയുടെ കഥ ശരിക്ക് സമുദായങ്ങളുടെ ഇടയിൽ ഒരു ക്രോധം ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു സിനിമയാണ്. അത് നമ്മുടെ അഭിപ്രായത്തിൽ ഒരിക്കലും നമ്മൾ അതിനെ അംഗീകരിക്കാൻ സാധിക്കില്ല.